ഹായ് ഗൈസ്, അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ചാളക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഞാനിന്ന് പോയിട്ട് വന്ന വഴിക്ക് നല്ല സൂപ്പർ ചാള കിട്ടി. അപ്പോൾ അതുകൊണ്ടൊന്ന് നല്ലപോലെ വെട്ടി തേച്ച് കഴുകി എടുക്കുകയാണ്. ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ തേച്ച് കഴുകി എടുക്കുകയാണ്. കുറച്ച് ഞാൻ വിചാരിച്ച് വറക്കാം, കുറച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനാദ്യമായി അടുപ്പത്തേക്ക് ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അതിലേക്ക് ലേശം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചുമന്നുള്ളിയും കൂടി ഇട്ട് നല്ലതുപോലെ ചതച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ മുളക് പൊടിയും ഇച്ചിരി മല്ലിപ്പൊടിയും ഇട്ട് നല്ലതുപോലെ ഒന്ന് പച്ചമണം മാറുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാനൊരു അരമുറി തക്കാളി ഒന്ന് മിക്സിയിൽ അരച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് അരച്ചുകൊണ്ട് വരുന്നതും കൂടെ ഒന്ന് ചേർത്ത് അതിൻ്റെ ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിന് ഇച്ചിരിയുടെ വെള്ളം ഒഴിച്ച് ആ അരപ്പ് നല്ലതുപോലെ ഒന്ന് പറ്റിച്ച് നല്ലപോലെ വെളിച്ചെണ്ണ തെളിയുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് പറ്റിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് നല്ലൊരു സ്പെഷ്യൽ രുചിയായിരിക്കും കറിക്ക്. അതിനുശേഷം മീൻകറിക്ക് ആവശ്യമായ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2 കുടംപുളിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു പുളിക്കൂടെ വേണ്ടിയാണ്. അതിനുശേഷം ഈ സമയത്ത് ഇച്ചിരി ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ അരപ്പൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ മുറിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിന്റെ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് പറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങി വെക്കാം. അപ്പോൾ നല്ല ഈസി ആൻഡ് സൂപ്പറായിട്ടുള്ളൊരു ചാളക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക.